റൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം പരാജയപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെയാണ് ലോകത്തിൻ്റെ സമ്പദ്ഘടന പ്രവർത്തിക്കുന്നത്? ആഗോളവൽക്കരണം എന്ന പേരിൽ സാമ്രാജ്യത്വം അതിൻ്റെ ആധിപത്യം എങ്ങനെയാണ് ഉറപ്പിച്ചുകൊണ്ടേയിരുന്നത്? ഈ ആധിപത്യത്തിനെതിരെ ലോകത്ത് ഏതെല്ലാം ശക്തികളാണ് ഉയർന്നു വരുന്നതും പ്രതിരോധം തീർക്കുന്നതും? ട്രംപിൻ്റെ വ്യാപാര യുദ്ധം പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ മേധാവിത്വമുള്ള ലോകത്തിനകത്തും ചൈന എങ്ങനെയാണ് മികച്ച സോഷ്യലിസ്റ്റ് മാതൃക സൃഷ്ടിച്ചത്? 1980 വരെ തുല്യ സാമ്പത്തിക ശക്തികളായിരുന്ന ചൈനയും ഇന്ത്യയും പിന്നീട് എങ്ങനെയാണ് ചൈന വലിയ നിലയിലേക്ക് മുന്നോട്ട് കുതിച്ചത്, ഇന്ത്യ പിന്നോട്ട് പോയത്? ലോകത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ലോകം എങ്ങോട്ട് നീങ്ങും തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരിശോധനയാണ് നാം ഇന്ന് നടത്തുന്നത്. അമേരിക്കയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകധ്രുവ ലോകത്തു നിന്നും ബഹുധ്രുവ ലോകത്തിലേക്ക് മാറിയ ആഗോള സമ്പദ്ഘടന ഇന്ന് ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ വൻ സാമ്പത്തികമായ കുതിപ്പിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനവരാശിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന, മനുഷ്യൻ്റെ സാമൂഹ്യ അവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ആഗോള സമ്പദ്ഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള സമ്പദ്ഘടന 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 2 ഭാഗങ്ങളായി നിന്നു. ഒന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങളാണ്, രണ്ടാമത്തെ ഭാഗത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ എന്നുള്ള നിലയിലാണ് 2 ചേരികളായി നിന്നത്. 21-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും ഇതിനെ 5 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. ഒന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഒരു ഭാഗത്ത്, 2 സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, മറ്റ് എമർജിങ് സമ്പദ്ഘടനകൾ, മറ്റ് അവികസിത രാജ്യങ്ങൾ, അല്പവികസിത രാജ്യങ്ങൾ. ഈ നിലയിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും മറ്റ് എമർജിങ് സമ്പദ്ഘടനകളും മറ്റ് അവികസിത രാജ്യങ്ങളും അല്പവികസിത രാജ്യങ്ങളും എന്ന നിലയിലേക്ക് 5 ഭാഗങ്ങളായി ആഗോള സമ്പദ്ഘടനയെ നമുക്ക് 21-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും തിരിക്കാം. ആഗോള സമ്പദ്ഘടന 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 2 ഭാഗങ്ങളായി വെവ്വേറെ തന്നെയാണ് നിന്നത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ ഈ 5 സമ്പദ്ഘടനകളും എല്ലാം ഒരു വട്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ചാർട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നവ ഉദാരവൽക്കരണ നയങ്ങളുടെ സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിൻ്റെ വലയത്തിനകത്താണ് ഈ എല്ലാ രാജ്യങ്ങളും 21-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നാം പരിശോധിക്കുന്നത് ആഗോളക്രമത്തെക്കുറിച്ചാണ്. ആഗോളക്രമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി 4 കാര്യങ്ങളാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന അംഗീകൃതമായ നിയമങ്ങൾ, ചട്ടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെയെല്ലാം ഒരു ശൃംഖലയാണ് ആഗോളക്രമം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സഹകരണം, വ്യാപാരം, സുരക്ഷ എന്നിവയെല്ലാം സംബന്ധിച്ച ഒരു ചട്ടക്കൂടാണിത്. ഈ ആഗോളക്രമത്തിനകത്തുള്ള 4 വിഭാഗങ്ങളെക്കുറിച്ചുള്ള പരിശോധനയാണ് ഒന്നാമതായി നാം നടത്തുന്നത്. ഒന്നാമത്തത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളാണ്. സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഉയർന്ന ഘട്ടമാണ്. സ്വതന്ത്ര മത്സരത്തിന് പകരം കുത്തകളുടെ വളർച്ചയാണ് സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകത. കുത്തകളുടെ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ സമ്പദ്ഘടനകളെ ആകെ കീഴ്പ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. മൂലധനം ലാഭകരമായി ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നിക്ഷേപിക്കുന്നതിനും തങ്ങളുടെ ചരക്കുകൾ ലോകത്തെവിടെയും വിൽക്കുന്നതിനും മറ്റ് രാഷ്ട്രങ്ങളെ വിവിധ നിലകളിലേക്ക് വെട്ടിപ്പടുക്കുന്നതിനും എല്ലാം സാമ്രാജ്യത്വ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. മുതലാളിത്ത വ്യവസ്ഥയെ മാറ്റി ചൂഷണം അവസാനിപ്പിക്കുന്ന, ചൂഷകരും ചൂഷിതരും ഇല്ലാത്ത കമ്മ്യൂണിസം എന്ന ഒരു സാമൂഹ്യ വികാസ ഘട്ടത്തിലേക്കുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രക്രിയയിൽ ഏർപ്പെടുന്ന സമ്പദ്ഘടനകളെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് മറ്റ് എമർജിങ് എക്കണോമീസ് ആണ്. അതായത് പതുക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനകളെയാണ് എമർജിങ് എക്കണോമി എന്ന് പറയുന്നത്. പൊതുവെ ഇവരുടെ സാമ്പത്തിക വളർച്ച ശരാശരി GDP-യേക്കാളും കൂടുതലായിരിക്കും. വ്യവസായവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും കൃഷിയെ ആശ്രയിച്ചുള്ള വ്യവസായ മേഖലയിലേക്ക് പതുക്കെയാണ് മാറുന്നത്. ഇത്തരം സമ്പദ്ഘടനകളെയാണ് എമർജിങ് എക്കണോമി എന്ന് വിളിക്കുന്നത്. എന്നാൽ ദാരിദ്ര്യം, അസമത്വം, അഴിമതി ഇതെല്ലാം ഈ സമ്പദ് വ്യവസ്ഥക്കകത്തുണ്ടാവും. നാലാമത്തത് മറ്റ് അവികസിത രാജ്യങ്ങളാണ്.
മറ്റ് അവികസിത രാജ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വ്യവസായവൽക്കരണം നടന്നിട്ടില്ലാത്ത, ജനങ്ങളിൽ ഭൂരിപക്ഷവും കൃഷിയോ ചെറുകിട വ്യവസായ മേഖലയോ ഒക്കെ ആശ്രയിച്ച് കഴിയുന്ന സമ്പദ്ഘടനകളെയാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നാം പരിശോധിക്കുന്നത് ഈ ആഗോളക്രമം ഏതെല്ലാം മേഖലകളാണ് ഏറ്റവും പ്രധാനമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് സ്വതന്ത്ര വ്യാപാരമാണ്, രണ്ടാമത്തത് സ്വതന്ത്ര നിക്ഷേപമാണ്, മൂന്നാമത്തത് ബൗദ്ധിക സ്വത്തവകാശ നിയമമാണ്, നാലാമത്തത് ഡോളർ നാണയ വ്യവസ്ഥയാണ്, അഞ്ചാമത്തത് ഫിനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യമാണ്. ഈ 5 മേഖലകളെ സംബന്ധിച്ച് ഒരു ചെറിയ പരിശോധന നമുക്ക് നടത്താം. ഒന്നാമത്തത് സ്വതന്ത്ര വ്യാപാരമാണ്, ഫ്രീ ട്രേഡ്. രാജ്യങ്ങൾ തമ്മിൽ ചരക്കുകളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന തീരുവകൾ അല്ലെങ്കിൽ താരിഫ്, പ്രത്യേകമായ അളവുകൾ നിശ്ചയിക്കൽ, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തൽ, കോട്ട നിശ്ചയിക്കൽ, സബ്സിഡികൾ സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത് നടക്കുന്ന സർവതന്ത്ര സ്വതന്ത്രമായ വ്യാപാരമാണ് ഈ പറയുന്ന സ്വതന്ത്ര വ്യാപാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചരക്കുകൾ എവിടെ നിന്നും വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്ന അവസ്ഥ, ഒരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന ആഗോള വിപണി, ഇതാണ് സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വതന്ത്ര നിക്ഷേപമാണ്. സ്വതന്ത്ര നിക്ഷേപം എന്നത് നിക്ഷേപകർക്ക് മറ്റൊരു രാജ്യത്ത് സ്വതന്ത്രമായി നിക്ഷേപം നടത്താനും ബിസിനസ് ആരംഭിക്കാനും കമ്പനികൾ വാങ്ങാനും വിൽക്കാനും എല്ലാം സാധിക്കുന്ന സാഹചര്യമുള്ള അവസ്ഥയാണ് സ്വതന്ത്ര നിക്ഷേപത്തിൻ്റെ അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൂലധനത്തിന് ലോകമെങ്ങും സ്വതന്ത്രമായി ഒഴുകുവാൻ കഴിയുന്ന അവസ്ഥയാണ് ഈ പറയുന്ന സ്വതന്ത്ര നിക്ഷേപം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബൗദ്ധിക സ്വത്തവകാശമാണ്. ബൗദ്ധിക സ്വത്തവകാശ നിയമം എന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടികളായ ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, കലാസൃഷ്ടികൾ, ഡിസൈനുകൾ, ചിഹ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളതിനെല്ലാം ഉടമസ്ഥാവകാശം, ഭൗതിക സ്വത്തുക്കൾ എന്നതുപോലെ തന്നെ ഉടമസ്ഥാവകാശം നൽകുന്ന പ്രക്രിയയാണ് ബൗദ്ധിക സ്വത്തവകാശ നിയമം എന്ന് പറയുന്നത്. നാലാമത്തത് ഡോളർ വ്യവസ്ഥയാണ്. ഡോളർ വ്യവസ്ഥ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്ത് വലിയ ശക്തിയായി മാറി. ഇതോടുകൂടി അമേരിക്കൻ ഡോളറാണ് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമികമായ നാണയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഭൂരിപക്ഷം അന്താരാഷ്ട്ര വ്യാപാരവും ധനസംബന്ധിയായ ഇടപാടുകളും എല്ലാം ഡോളറിലാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ കരുതൽ നിധിയുടെ വിദേശ നാണയ ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും ഡോളറിലാണ്. നാലാമത്തത് ഫിനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യമാണ്. ഫിനാൻസ് മൂലധനം എന്നാൽ സാധാരണ മൂലധനം നിക്ഷേപിക്കുന്നത് ഉൽപ്പാദന മേഖലയിലാണ്. എന്നാൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ വ്യവസായം മാത്രമല്ല ഉയർന്നത്, ബാങ്കിങ് സ്ഥാപനങ്ങൾ ഉയർന്നു. വ്യവസായങ്ങൾക്ക് മൂലധന ആവശ്യമുണ്ട്, അത് ബാങ്കുകൾ നൽകുകയായിരുന്നു ആദ്യകാലത്ത്. എന്നാൽ വ്യവസായങ്ങളുടെ ലാഭം ബാങ്കുകളിലേക്ക് ഒഴുകാൻ വേണ്ടി തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ബാങ്കുകൾ തന്നെ വ്യവസായം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. ഈ നിലയിൽ വ്യവസായ മൂലധനവും ബാങ്കിങ് മൂലധനവും തമ്മിൽ ഇഴചേർന്നു. ഇത് രണ്ടു ചേർന്നാണ് ധനമൂലധനം ഉണ്ടാകുന്നത്. കുത്തക വ്യവസായ ബാങ്ക് ഉടമകളാണ് ധനമൂലധനത്തിൻ്റെ ലോകത്തിലെ അധിപന്മാർ എന്നർത്ഥം. ഈ നിലയിലുള്ള 5 കാര്യങ്ങളും ഒന്നിനോടെന്ന നിലയിൽ ബന്ധപ്പെട്ടതാണ്. ഈ 5 ഡോളർ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ഫിനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് അത് തമ്മിലുള്ള ബന്ധം. സ്വതന്ത്ര വ്യാപാരവും സ്വതന്ത്ര നിക്ഷേപവുമെല്ലാം സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളാണ്. സാമ്പത്തിക ബൗദ്ധിക സ്വത്തവകാശം, അതിന് പ്രത്യേകമായി പിന്നീടുണ്ടാക്കിയ നിയമങ്ങൾ, കണ്ടുപിടുത്തങ്ങളെയും പുതിയ സൃഷ്ടികളെയും എല്ലാം കുത്തകകളുടേതാക്കി സംരക്ഷിച്ചു നിർത്തുന്നു. അതായത് ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ആഗോളക്രമം രൂപപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഫിനാൻസ് മൂലധനത്തിൻ്റെ കമ്പോളങ്ങളെ കുറിച്ചാണ്. അതായത് 4 കമ്പോളങ്ങളാണ് ഫിനാൻസ് മൂലധനത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് ഓഹരി കമ്പോളമാണ്, രണ്ടാമത്തത് ആഗോള ബോണ്ട് കമ്പോളമാണ്, മൂന്നാമത്തത് ആഗോള പണക്കമ്പോളമാണ്, നാലാമത്തത് ആഗോള ചരക്ക് കമ്പോളമാണ്. ഇന്ന് ലോകത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഈ ഫിനാൻസ് മൂലധനമാണ് ആധിപത്യം നേടിക്കൊണ്ടേയിരിക്കുന്നത്. ഫിനാൻസ് മൂലധനം എങ്ങനെയാണ് ലോകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ 4 കേന്ദ്രങ്ങളിലൂടെ എന്നുള്ളതാണ് നാം ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തത് ഓഹരി കമ്പോളമാണ്,
കമ്പനികളുടെ ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കമ്പോളമാണ് ഓഹരി കമ്പോളം. ഓഹരി കമ്പോളത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഷെയറുകളും ബോണ്ടുകളും കറൻസികളും എല്ലാമായ ഫിനാൻഷ്യൽ ഉൽപ്പന്നങ്ങളാണ്. ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ, ബോംബെ തുടങ്ങിയ വൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഇവയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആഗോള ബോണ്ട് കമ്പോളമാണ്. കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ ബോണ്ടുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കമ്പോളങ്ങളാണ് ആഗോള ബോണ്ട് കമ്പോളം. ഇത് കടം വാങ്ങുന്നത് പോലെയാണ്. ഒരു സർക്കാരോ ഒരു കമ്പനിയോ ഒരു നിശ്ചിത കാലയളവിൽ പലിശ നൽകാം എന്ന വാഗ്ദാനത്തോടെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. എന്നിട്ട് പണം കടം വാങ്ങുന്നു. കാലാവധി കഴിഞ്ഞാൽ പണം തിരികെ നൽകുന്നു. അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്റ്റുകൾക്ക് ധനസഹായമായാണ് സർക്കാരുകൾ ഏറ്റവും പ്രധാനമായി ഇത്തരം ബോണ്ടുകളെല്ലാം ഇറക്കുന്നത്. മൂന്നാമത്തത് ആഗോള പണക്കമ്പോളമാണ്. വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കമ്പോളമാണ് പണക്കമ്പോളം എന്ന് പറയുന്നത്. ഡോളർ, യൂറോ, യുവാൻ, റൂബിൾ എന്നിവയെല്ലാം പ്രധാനപ്പെട്ട നാണയങ്ങളാണ്. ബാങ്കുകളും മ്യൂച്വൽ ഫണ്ടുകളും കമ്പനികളുമെല്ലാം ഒരു കറൻസി മറ്റൊന്നിന് പകരം വാങ്ങുന്നു. കറൻസിയുടെ വില, അതിൻ്റെ വിനിമയ നിരക്ക് എന്നതെല്ലാം അവയുടെ ആവശ്യകതയെയും വിശ്വാസത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് മാറി മറിയുന്നത്. ഫോറക്സ് എന്ന് പറയുന്ന മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നാലാമത്തതും അവസാനത്തതും ആഗോള ചരക്ക് കമ്പോളമാണ്. ആഗോള ചരക്ക് കമ്പോളം എന്നത് അസംസ്കൃത വസ്തുക്കളും ചരക്കുകളും വിൽക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്ന കമ്പോളമാണ്. ഒരു നിശ്ചിത വിലക്ക് ചരക്കുകൾ വിൽക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യാം. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ വഴി ഭാവിയിലെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നെല്ലാം ഇത് സംരക്ഷണം നൽകും. ലോക വ്യാപാര സംഘടന ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതാണ് 4 ഫിനാൻസ് മൂലധനം കൈകാര്യം ചെയ്യപ്പെടുന്ന 4 പ്രധാനപ്പെട്ട കമ്പോളങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോളർ നാണയ വ്യവസ്ഥയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഡോളർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാണയമായി മാറുന്നത്, നാണയ വ്യവസ്ഥയായി മാറുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചരിത്രമാണ് നാം പരിശോധിക്കുന്നത്. ഡോളർ ആഗോള സമ്പദ്ഘടനയിലെ ഒരു നിർണായക ഘടകമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഡോളർ ലോക നാണയമായി ഉയർന്നത്. രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിനെയും ഏഷ്യയെയും എല്ലാം സാമ്പത്തികമായി തകർത്തു. ലോകത്തിന് സ്ഥിരതയുള്ള ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥ ആവശ്യമായിരുന്നു. 1944 അമേരിക്കയിലെ ബ്രിട്ടൻ വുഡിൽ ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൂടി ഒരു പുതിയ ആഗോള നാണയ വ്യവസ്ഥ രൂപീകരിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ ഡോളറിനെ ലോകത്തിൻ്റെ റിസർവ് കറൻസിയായി പ്രഖ്യാപിക്കുന്നത്. ഇതോടെ മറ്റെല്ലാ നാണയങ്ങളുടെയും മൂല്യം ഡോളറുമായി ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണയമായി ഡോളർ മാറുന്നതോടുകൂടി അതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു? $35 കൊണ്ടുവന്നാൽ 1 ഔൺസ് സ്വർണം ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതായത് ഏത് വിദേശ ഗവൺമെൻറ്റും $35 നൽകിയാൽ 1 ഔൺസ് സ്വർണം അമേരിക്ക തിരിച്ചു നൽകും എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഇത് ലോകത്താകെ ഡോളറിനും അമേരിക്കൻ സമ്പദ്ഘടനയ്ക്കുമെല്ലാം വലിയ തോതിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ സ്വർണ്ണ ശേഖരത്തിൻ്റെ 2/3 ഭാഗവും അമേരിക്കയുടെ കൈവശമായിരുന്നു. ഇതായിരുന്നു അമേരിക്ക ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നതിൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് അമേരിക്ക ഡോളർ വ്യാപകമായി അച്ചടിച്ച് ലോകത്താകെ വിതരണം ചെയ്തു. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ സമ്പത്ത് വാരിക്കൂട്ടി. അവർ ലോകം മുഴുവൻ വലിയ സൈനിക താവളങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും എല്ലാം നിർമ്മിക്കുന്ന നിലയുണ്ടായി. പിന്നീട് ഒരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തുകയാണ്. അതായത് 1960 ഈ പറയുന്ന സ്ഥിതിഗതികളിൽ മാറ്റം വന്നു. വിയറ്റ്നാം യുദ്ധത്തിനായി ധാരാളം ഡോളർ അമേരിക്ക ചെലവഴിച്ചു. യുദ്ധമാണെങ്കിൽ പരാജയമായി. ഇതോടെ അമേരിക്കയിലുള്ള വിശ്വാസം ലോകരാജ്യങ്ങൾക്ക് കുറഞ്ഞു. ഡോളറിൻ്റെ മൂല്യം കുറയുന്ന സ്ഥിതിയുണ്ടായി. ഫ്രാൻസും ബ്രിട്ടനും എല്ലാം തങ്ങളുടെ കയ്യിലുള്ള ഡോളർ മാറ്റി അവർ തങ്ങളുടെ കരുതൽ ശേഖരം സ്വർണത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി നിശ്ചയിച്ചു. അവരൊക്കെ ഡോളറുമായി അമേരിക്കയുടെ അടുത്ത് ചെന്നു. തങ്ങൾക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്കക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. അപ്പോഴാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ സ്വർണ്ണമാന വ്യവസ്ഥക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അത് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ നിക്സൺ അമേരിക്കൻ സമ്പദ്ഘടനക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണമാന വ്യവസ്ഥയെ ഉപേക്ഷിച്ചതിനെ കുറിച്ചാണ് നിക്സൺ ഷോക്ക് എന്ന് ലോകം വിളിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ എന്നിട്ടും ഡോളർ ഏറ്റവും പ്രധാനപ്പെട്ട നാണയമായി തന്നെ പിടിച്ചു നിന്നു. എങ്ങനെയാണ് ഡോളർ ഇങ്ങനെ പിടിച്ചു നിന്നത്? ഡോളറിനെ പിടിച്ചു നിർത്തിയത് പെട്രോ ഡോളർ ആയിരുന്നു. സ്വർണ്ണമാന വ്യവസ്ഥയുടെ അന്ത്യത്തിന് ശേഷം ലോകത്തിന് മറ്റൊരു അടിത്തറ ആവശ്യമായിരുന്നു. അക്കാലത്താണ് അമേരിക്ക 1970 സൗദി അറേബ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതായത് സൗദി അറേബ്യ എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രമായിരിക്കും. തിരിച്ച് അമേരിക്ക സൗദി അറേബ്യക്ക് സൈനികമായ സഹായം നൽകും. തുടർന്ന് എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ പലതും ഇതേ മാതൃക തന്നെ തുടർന്നു. അപ്പോൾ ലോകത്തിന് എണ്ണ വാങ്ങണമെങ്കിൽ ഡോളർ ആവശ്യമായി വന്നു. ഇത് ഡോളറിൻ്റെ ആവശ്യകതയെ ഉയർത്തി. പെട്രോൾ ആഗോള സമ്പദ്ഘടനയുടെ രക്തമായപ്പോൾ ഡോളർ അതിൻ്റെ ഹൃദയത്തുടിപ്പായി മാറി എന്നാണ് അക്കാലത്ത് ലോകം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ കരുതൽ നാണയ ശേഖരമായി ഡോളർ തുടരുകയാണ്. ഏകദേശം 60% ലോക കരുതൽ നിധി ഡോളറിലാണ് ഇപ്പോഴും ഉള്ളത്. ലോക സമ്പദ്ഘടനയിൽ ഈ നിലയിൽ അമേരിക്ക അതിൻ്റെ മേധാവിത്വം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേത് തന്നെയാണ്. വ്യവസായ സമ്പദ്ഘടനയുടെ കാര്യത്തിൽ അമേരിക്ക പിന്നിലാണെങ്കിലും സേവനങ്ങളുടെ കാര്യത്തിൽ അത് വലിയ സമ്പദ്ഘടന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡോളർ നാണയ വ്യവസ്ഥ അമേരിക്കയുടെ മേധാവിത്വം ലോകത്തിനു മുകളിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന മേധാവിത്വം അമേരിക്കക്കുണ്ട്. ഈ നിലയിൽ അമേരിക്കൻ മേധാവിത്വം ലോകത്തിനു മുകളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ലോകത്തിൻ്റെ ഉൽപാദന വികസനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് സമ്പത്ത് ഉൽപാദനത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. എങ്ങനെയാണ് ആഗോള സമ്പദ്ഘടന ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഭാഗം നാം പരിശോധിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൽപാദനത്തിൻ്റെ വളർച്ചയാണ്. ഉൽപാദനത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൽപാദന ഉപകരണങ്ങളുടെ വികാസമാണ്. മനുഷ്യൻ തനിക്കാവശ്യമുള്ള കാര്യങ്ങൾ, തനിക്കാവശ്യമുള്ള വസ്തുക്കൾ ഈ പ്രകൃതിയെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ആവി യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോകത്ത് മുതലാളിത്തത്തിൻ്റെ വളർച്ച ത്വരിതഗതിയിലാവുന്നത്. ഫ്രഞ്ച് വിപ്ലവം ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം കുറിച്ചു. മുതലാളിത്തത്തിൻ്റെ സ്ഥാപനം പ്രഖ്യാപിച്ചു. 1784 ആവിശക്തി കണ്ടുപിടിക്കുന്ന നിലയുണ്ടായി. ഇതോടുകൂടി തന്നെ ലോകത്ത് യന്ത്രവൽക്കരണം ആരംഭിക്കുകയാണ്. 1880 ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. വൈദ്യുതി ഉൾപ്പെടെയുള്ളത് അക്കാലത്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ ഭാഗമായി അസംബ്ലി ലൈനുകൾ ഏർപ്പെടുത്തുന്ന നിലയുണ്ടായി. ഇതോടുകൂടി യന്ത്രവൽക്കരണം ത്വരിതപ്പെടുന്ന നിലയുണ്ടായി. ഇതാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൻ്റെ കണ്ടുപിടുത്തമാണ്. 1969 ഇലക്ട്രോണിക്സിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാവുന്നത്. യന്ത്രവൽക്കരണത്തിന് വലിയ സഹായമായിരുന്നു ഈ പറയുന്ന ഇലക്ട്രോണിക്സിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ, യന്ത്രവൽക്കരണം വളരെ ത്വരിതഗതിയിൽ ലോകത്താകെ നടക്കുകയുണ്ടായി. നാലാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് 2000 സൈബർ സിസ്റ്റം വ്യാപകമാകുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വ്യാപനം വിപുലമായ നിലയിലേക്ക് പോകുന്നത്, ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാമായിരുന്നു നാലാം ഘട്ട വ്യവസായ വിപ്ലവത്തിൽ സംഭവിച്ചത്. തുടർന്ന് 2020 അഞ്ചാം ഘട്ടം ആരംഭിക്കുന്നത്. അഞ്ചാം ഘട്ടത്തിലെ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ജെനറ്റിക്സും എല്ലാം ആഗോള സമ്പദ്ഘടനയെയും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെയും എല്ലാം വലിയ നിലയിലേക്കാണ് സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ 5 ഘട്ടങ്ങളിലും സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വികാസത്തിൻ്റെ ഭാഗമായി ഉൽപാദനക്ഷമതയിലും ഉൽപാദനത്തിലുമെല്ലാം ഊഹാതീതമായ കുതിപ്പാണ് ആഗോള സമ്പദ്ഘടനയിൽ ഉണ്ടായത്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ ആഗോള GDP മന്ദീഭവിക്കുകയാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും എല്ലാം തൊഴിലാളി അവൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്നതിലും എത്രയോ മടങ്ങ് അധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിച്ചു കൂട്ടി. ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു. എന്നിട്ടും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കാത്ത നിലയാണ് ഉണ്ടായത് എന്ന് കാണാം. ചരിത്രത്തിലെ വിവിധങ്ങളായ ഘട്ടങ്ങൾ നമുക്ക് ഈ GDPയുടെ വളർച്ച സംബന്ധിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. 1945 മുതൽ 1975 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. അന്ന് ആഗോള സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ GDP 4.5% മുതൽ 5% വരെയായിരുന്നു.
എന്തായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? അക്കാലത്ത് വെൽഫെയർ സ്റ്റേറ്റ് നയങ്ങൾ മുതലാളിത്തത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. പൊതുമേഖലാ നിക്ഷേപങ്ങൾ, തൊഴിലാളികളുടെ വേതനത്തിൻ്റെ വർധനവ്, അതുപോലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള എണ്ണ, ഇതെല്ലാം ചേർന്ന് ഒരു ഇക്കണോമിക്കൽ ബൂം ഉണ്ടാക്കി എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമായി തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി കൂടി. അതുകൊണ്ട് തന്നെ വിപണി വളരെ സജീവമായി. ഇതോടുകൂടി സമ്പദ്ഘടന ശക്തിപ്പെടുകയും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിനു ശേഷമുള്ളൊരു പ്രധാനപ്പെട്ട കാലമാണ് 1975 മുതൽ 1991 വരെയുള്ള കാലം എന്ന് പറയുന്നത്. കാലത്ത് 3.5% GDP താഴ്ന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എണ്ണ പ്രതിസന്ധിയായിരുന്നു. നവലിബറൽ നയങ്ങൾ 1980 മുതലായിരുന്നു ആരംഭിച്ചിരുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പം ചുരുങ്ങി, തൊഴിലാളികളുടെ മേൽ വലിയ കടന്നാക്രമണങ്ങൾ വന്നു, ഫിനാൻഷ്യൽ ക്യാപിറ്റലിൻ്റെ ശക്തി വർദ്ധിച്ചു. ഇതെല്ലാമായിരുന്നു വളർച്ച മുരടിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തത് 1991 മുതൽ കോവിഡ് വരെയുള്ള കാലമാണ്. 1991 മുതൽ നവലിബറൽ നയങ്ങൾ ലോകത്ത് വലിയ നിലയിലേക്ക് വളർച്ച പ്രാപിച്ചു. ഇതിൻ്റെ ഭാഗമായി തന്നെ GDPയുടെ വളർച്ച കുറഞ്ഞു. എങ്ങനെയാണ് നവലിബറൽ നയങ്ങൾ GDPയുടെ വളർച്ച കുറയാൻ കാരണമാക്കിയത്? ടെക്നോളജിയുടെ വികാസം തൊഴിലാളികളുടെ വരുമാനത്തെ മരവിപ്പിച്ചു എന്നുള്ളതാണ് നവലിബറൽ കാലഘട്ടം ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. ലോകം മുഴുവൻ കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിലേക്ക് പോയി. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ പണം, ലാഭം മുഴുവൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോയി. വിപണി തളർന്നു, പക്ഷേ ഡിമാൻഡ് വളർന്നില്ല. കാരണം തൊഴിലാളികൾക്ക് തൊഴിലില്ല, അതേപോലെ തന്നെ വാങ്ങൽ ശേഷി അവരുടേത് കുറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഭാഗമായി കമ്പോളം പ്രതിസന്ധിയിലായി, ഡിമാൻഡ് വളർന്നില്ല. ഇതിൻ്റെ ഭാഗമായി GDP കുറയുന്ന സാഹചര്യം ഉണ്ടായി. കോവിഡിന് ശേഷം കാലാവസ്ഥ പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കടബാധ്യത പ്രതിസന്ധി, ഇതെല്ലാം ചേർന്ന് സ്ലോ ഡൗൺ വേഗത്തിലാക്കി എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള കാലത്തിൻ്റെ പ്രത്യേകത ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ഉൽപാദനക്ഷമത ഉയർത്തുന്നുണ്ടെങ്കിലും അത് ജോലികൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന നിലയിലേക്ക് പോവുകയാണ്, കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഡിമാൻഡ് കുറഞ്ഞു. കാരണം ജനങ്ങളുടെ കയ്യിൽ, തൊഴിലാളികളുടെ കയ്യിൽ വരുമാനമില്ല, അവർക്ക് വാങ്ങൽ ശേഷി ഇല്ലാതെയായി. ഇത് വീണ്ടും GDP താഴ്ത്തുന്ന നിലയിലേക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുപോയി. ഈ ആഗോള അവസ്ഥ അഭൂതപൂർവമായ സാമ്പത്തികമായ അസമത്വമാണ് ലോകത്തിന് നൽകിയത്. ആഗോള അസമത്വത്തിൽ അഭൂതപൂർവമായ വർധനവുണ്ടായി എന്ന് അർത്ഥം. അമേരിക്കയിലെ തന്നെ വിവിധ വിഭാഗങ്ങളുടെ വരുമാന വളർച്ച പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. 1970 മുതൽ 2018 വരെയുള്ള അമേരിക്കയിലെ വിവിധ വരുമാന വിഭാഗങ്ങൾക്കുണ്ടായ വളർച്ച ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും താഴെ തട്ടിലുള്ള 50% പേരുടെ വരുമാനം സ്ഥിരമായി ഇങ്ങനെ നിൽക്കുകയാണ്, വലിയ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. അതായത് ജനസംഖ്യയിൽ പകുതി വരുന്ന ജനങ്ങൾക്ക് സമ്പത്ത് വളർന്നിട്ടും അവർക്ക് വരുമാനം വർദ്ധിക്കുന്നില്ല, അത് മരവിച്ചു നിൽക്കുന്നു എന്നർത്ഥം. അവർക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഗ്രാഫ് കാണിച്ചു തരുന്നത്. എന്നാൽ മധ്യവർഗം അവരുടെ സമ്പത്ത് 50% മുതൽ 90% വരെ വർദ്ധിപ്പിച്ചു. ശരാശരി 60% വർധനവ് ആ വിഭാഗത്തിനുണ്ടായി. ഉയർന്ന മധ്യവർഗം 100% വരെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. എന്നാൽ ഏറ്റവും മുകളിലുള്ള 1%, 200%വും അതിനു മുകളിലുള്ള 0.01% അതിസമ്പന്നന്മാർ 800%വും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇവരിലേക്ക് കേന്ദ്രീകരിക്കുന്ന നിലയുണ്ടായി എന്നുള്ളതാണ് ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്ന കണക്കുകൾ എന്ന് പറയുന്നത്. അതായത് 2020 ആഗോള സമ്പത്തിൻ്റെ വിതരണം പരിശോധിച്ചാൽ ഒരു മില്യൺ $US വരുമാനമുള്ള മില്യനേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ജനസംഖ്യയിലെ 1% പേരുടെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ 46% സമ്പത്തുള്ളത്. അതായത് നീല കാണിക്കുന്നത് അതാണ്, അവരുടെ എണ്ണം 1%, ഇപ്പുറത്തെ നീലയിൽ 46% അവരുടെ കയ്യിലുള്ള സമ്പത്ത് എന്ന് കാണിക്കുന്നു. ഇതിൻ്റെ നേരെ താഴെ മെറൂൺ കളറിൽ 55% എന്ന് ആദ്യത്തേതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ദരിദ്രരുടെ എണ്ണമാണ്. അവരുടെ കയ്യിലുള്ള സമ്പത്ത് ആ രണ്ടാമത്തെ ഏറ്റവും താഴെ
ഉള്ള 1%. അതായത് ജനസംഖ്യയിലെ 55% വരുന്ന ദരിദ്രരുടെ കയ്യിൽ സമ്പത്തിൻ്റെ 1% മാത്രമേ വരുന്നുള്ളൂ എന്നർത്ഥം. എന്താണ് ഇതിൻ്റെ കാരണം? കമ്പോളത്തിലെ ഡിമാൻഡ് ഇല്ലായ്മ വളർച്ചാ മുരടിപ്പിലേക്ക് കമ്പോളത്തെ നയിക്കുകയാണ്. മുതലാളിത്തം സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സമൂഹത്തിൻ്റെ ആകെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇത് പരിഹരിക്കാനും മുതലാളിത്തത്തിന് കഴിയുന്നില്ല. മുതലാളിത്തത്തിൻ്റെ അതിരുകളില്ലാത്ത ലാഭാർത്ഥിയാണ് അസമത്വവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം സൃഷ്ടിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ, ഫാക്ടറികളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം ഇതെല്ലാം പരിശോധിച്ചാൽ 1850 മുതൽ ഏറ്റവും വലിയ പങ്ക് US-ൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെതുമാണെന്ന് നമുക്ക് ഈ ചാർട്ട് കാണിച്ചു തരും. ഈ നീല കളറിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് യൂറോപ്പാണ്, മഞ്ഞ കളറുള്ളത് യൂറോപ്യൻ യൂണിയനാണ്, അതിന് തൊട്ടു മുകളിലുള്ള വയലറ്റ് കളർ പോലെയുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, അമേരിക്കയാണ്. മറ്റു രാജ്യങ്ങളുടെ എല്ലാം പങ്ക് വളരെ കുറഞ്ഞ നിലയിലേക്കാണ് ഉള്ളത് എന്ന് കാണാം. 1850 മുതൽ ഏറ്റവും വലിയ പങ്ക് അമേരിക്കക്കും യൂറോപ്യൻ യൂണിയനും തന്നെയാണെന്നാണ് ഈ ചാർട്ട് നമുക്ക് ആവർത്തിച്ച് കാണിച്ചു തരുന്നത്. മനുഷ്യരാശിയുടെ ഭാവി സംരക്ഷിക്കണമെങ്കിൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും പ്രകൃതി വിഭവങ്ങളുമെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിനും ഭൂമിയുടെ നിലനിൽപ്പിനുമായി വിവേകപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ മുതലാളിത്തത്തിൻ്റെ തകർച്ചയും സോഷ്യലിസത്തിൻ്റെ സ്ഥാപനവും മാത്രമേ നമുക്ക് മുന്നിൽ മാർഗമായിട്ടുള്ളൂ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ പ്രതിസന്ധിയോടുള്ള ലോകത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ്. 2 നിലയിലാണ് പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നത്. ഒന്നാമത്തത് തീവ്ര വലതുപക്ഷത്തേക്കുള്ളതാണ്. അത് നവഫാസിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ അവസ്ഥ. രണ്ടാമത്തത് ഇടതുപക്ഷത്തേക്കാണ്, വിപ്ലവപക്ഷത്തേക്കാണ്. എങ്കിലും ആഗോള രാഷ്ട്രീയ മണ്ഡലത്തിൽ നിയോ ഫാസിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല ലോകം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ജനജീവിതം ദുരിതപൂർണമാവുന്നത്, തൊഴിലില്ലായ്മ, ഇതിൻ്റെ എല്ലാം പ്രതിഷേധം ജനാധിപത്യത്തിനും അധ്വാനിക്കുന്നവരുടെ ഐക്യത്തിലേക്കുമൊക്കെ എത്താതിരിക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ വലിയ ജാഗ്രതയാണ് ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കലാപങ്ങൾ, വിദ്വേഷ പ്രചരണങ്ങൾ, മത, ജാതി, വർഗീയ, വംശ വിദ്വേഷങ്ങൾ വളർത്തൽ, സങ്കുചിത ദേശീയവാദം വളർത്തൽ, ഇതെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി തീർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി കോർപ്പറേറ്റുകൾ പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അമേരിക്കയിലെ ട്രംപ്, യൂറോപ്പിലെ തീവ്ര ഇടതുപക്ഷ പാർട്ടികൾ, അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതെല്ലാം ശക്തി പ്രാപിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നവലിബറൽ മൂലധന ശക്തികൾക്ക് ജനങ്ങൾ ഒന്നിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ആവശ്യമാണ്. അവരതിനെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ ലോകത്താകെ തൊഴിലാളി യൂണിയനുകൾ ശക്തിപ്പെട്ടു വരുന്നു. അവർ പണിമുടക്കങ്ങൾ നടത്തുന്നു. കർഷകരുടെയും അധ്വാനിക്കുന്നവരുടെയും പോരാട്ടങ്ങൾ വളർന്നു വരുന്നു. കാലാവസ്ഥ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അതിശക്തമായ നിലയിലേക്ക് നടക്കുന്നു. പൊതുമേഖലയുടെയും പൊതുസേവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ലോകത്താകെ നടക്കുന്നു. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും സാമ്രാജ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെയും കയ്യിലുള്ള അളവറ്റ സമ്പത്ത്, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നവഫാസിസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം. ഇനി എന്താണ് ഇതിൻ്റെ പരിഹാര മാർഗം എന്നുള്ളതാണ്. ഈ സാമൂഹ്യ വ്യവസ്ഥ മാറ്റൽ മാത്രമേ ഇതിന് മാർഗമുള്ളൂ. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എല്ലാവരുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കുകയും നീതിയുള്ളതും സുസ്ഥിരവുമായ ഭാവിയിലേക്ക് നമ്മളെ നയിക്കുന്നതുമായ ഒരു വ്യവസ്ഥ സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്നർത്ഥം. നാം കാലഹരണപ്പെട്ട ഒരു വ്യവസ്ഥയുടെ അവസാന ഘട്ടത്തിലാണുള്ളത്. ഇതാണ് ആഗോള സാമ്പത്തിക നില കാണിക്കുന്നത്. പുതിയതിലേക്കുള്ള വാതിൽ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ധൈര്യപൂർവം ജനതയെ ഇതുവഴി നയിക്കാനാവണം. അതായത് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമാണ് ആഗോള സമ്പദ് വ്യവസ്ഥ നമുക്ക് കാണിച്ചു തരുന്നത് എന്നർത്ഥം. ട്രംപ് ഒരു വ്യാപാര യുദ്ധം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ വാക്ക് താരിഫ് അല്ലെങ്കിൽ ചുങ്കമാണെന്നാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ
ട്രംപ് പ്രസിഡന്റ് ആയാൽ ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്നതാണ്. പക്ഷേ ഇത്ര ഭീകരമാവുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല. സ്വതന്ത്ര വ്യാപാരം എന്ന നവോദാരവൽക്കരണ നയത്തിന്റെ മുദ്രാവാക്യത്തെ തകർത്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ താരിഫ് യുദ്ധം, വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോളവൽക്കരണം അമേരിക്കക്ക് തിരിച്ചടിയായി എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വർത്തമാനകാലത്ത് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത്. കാരണം ഫിനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യം ലോകത്തുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ ഡോളറാണ് ലോക നാണയം. അമേരിക്കയാണ് ചോദ്യം ചെയ്യാനാവാത്ത സൈനിക ശക്തി. പക്ഷേ അമേരിക്ക ഇന്ന് ഒരു വ്യവസായ രാജ്യമല്ല. അത് അവിടുത്തെ തൊഴിലാളികളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ ചാർട്ടിനകത്ത് നമ്മൾ കാണുന്നത്. 1940കളിൽ 35% തൊഴിലാളികളായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 10% താഴെയായി കുറഞ്ഞിരിക്കുന്നു. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, മെഗാ മുദ്രാവാക്യം, സംരക്ഷണ ചുങ്കം ഏർപ്പെടുത്തി വീണ്ടും അമേരിക്കയെ വ്യവസായവൽക്കരിക്കും എന്നതായിരുന്നു. ഏതാണ്ട് 1.8 കോടി ആളുകൾ അമേരിക്കയിൽ വ്യവസായ മേഖലയിൽ ആഗോളവൽക്കരണ കാലം വരെ ജോലി ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അത് തുടർച്ചയായി കുറഞ്ഞു വന്നു. ഇപ്പോൾ അത് 1.2 കോടിയേ ഉള്ളൂ. അമേരിക്കയുടെ ദേശീയ വരുമാനത്തിൽ വ്യവസായത്തിൻ്റെ വിഹിതം 1971 വരെ 25% മുകളിലായിരുന്നു. ഇപ്പോൾ അത് 12% മാത്രമാണ്. അമേരിക്ക ലോകത്തോട് മത്സരിക്കുന്നത് സേവനങ്ങളിലാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായമാണ്. ജോലി നഷ്ടപ്പെട്ട വ്യവസായ തൊഴിലാളികളിൽ നിന്ന് വലിയ പിന്തുണയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തോടുകൂടി ട്രംപിന് ലഭിച്ചത്. അമേരിക്കയെ വീണ്ടും വ്യവസായവൽക്കരിച്ച് മാത്താക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിനുള്ള കുറുക്കുവഴിയാണ് ചുങ്കം ചുമത്തി ഇറക്കുമതി നിയന്ത്രിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. അപ്പോൾ അമേരിക്കയിൽ തന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമായിരിക്കും. ഇതായിരുന്നു ട്രംപിൻ്റെ യുക്തി എന്ന് പറയുന്നത്. ട്രംപ് പറയുന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങളെല്ലാം അമേരിക്കയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. മറ്റു പല രാജ്യങ്ങളും തങ്ങളെ കബളിപ്പിക്കുന്നതുകൊണ്ടാണ് വ്യവസായ മേഖലയിൽ തിരിച്ചടി ഉണ്ടായതെന്നാണ് ട്രംപ് പറയുന്നത്. ഈ കബളിപ്പിക്കുന്നതിൽ ചൈന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണത്രേ വഹിക്കുന്നത്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് അമേരിക്കൻ വിപണിയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയാണെന്നാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അമേരിക്കൻ കമ്പനികൾ അവരുടെ ഉൽപ്പാദനം ചൈനയിലേക്കും കാനഡയിലേക്കും മെക്സിക്കോയിലേക്കും എല്ലാം മാറ്റിയതാണ്. അവിടങ്ങളിൽ ഉൽപ്പാദന ചെലവ് അമേരിക്കയെക്കാളും വളരെ കുറവാണ്. ഈ രാജ്യങ്ങളിൽ ഉൽപ്പാദനം ആഗോളവൽക്കരിച്ചതിനാൽ അമേരിക്കൻ കമ്പനികൾ വലിയ നിലയിലുള്ള കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിനും വിയറ്റ്നാമിനുമെല്ലാം 40% മുകളിലാണ് സാധാരണ നിലയിൽ ട്രംപ് ഇപ്പോൾ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ഇറക്കുമതി വളരെ വലുതാണെന്നാണ് ട്രംപിൻ്റെ കണക്ക്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവിടെ നിന്നും തുണിത്തരങ്ങളും ഷൂസും എല്ലാം ഉണ്ടാക്കി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. അമേരിക്ക വാങ്ങുന്ന ചരക്കുകൾക്ക് തുല്യമായ ചരക്ക് മറ്റ് രാജ്യങ്ങൾ വാങ്ങിയേ മതിയാവൂ എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അപ്രായോഗികമായ കാര്യങ്ങളാണെന്നാണ് ലോകത്തെ മറ്റു പല രാജ്യങ്ങളും ട്രംപിനോട് പറയുന്നത്, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. വ്യവസായ വരുമാനത്തിൻ്റെ വിഹിതം അമേരിക്കയുടെ ദേശീയ വരുമാനത്തിൽ കുറഞ്ഞുവെങ്കിലും ധനകാര്യ സേവനങ്ങളുടെ വിഹിതം കുത്തനെ ഉയർന്നു. അതുകൊണ്ടാണ് അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന് മാത്രമല്ല, അമേരിക്കയിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ചൈന പേടി ബാധിച്ചിരിക്കുകയാണ്. ചൈന അമേരിക്കയ്ക്ക് തൊട്ട താഴെയായി ലോക സാമ്പത്തിക ശക്തിയായി വളർന്നു വരികയാണ്. അമേരിക്കയേക്കാൾ വലിയ വേഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളും വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചൈനയുടെ വളർച്ച കേവലം താഴ്ന്ന കൂലി കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ടാണ്. എന്നതുകൊണ്ട് തന്നെ ഈ വളർച്ചയ്ക്ക് തടയിടാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ മറ്റ് ഓരോ രാജ്യവും ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കവും നിയന്ത്രണവും എല്ലാം കണക്കിലെടുത്ത് അമേരിക്ക ഏർപ്പെടുന്ന ചുങ്കത്തിനാണ് പകരം ചുങ്കം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് മുകളിലും 10% മുതൽ 25% വരെ ചുങ്കം ഏർപ്പെടുത്തുമെന്നായിരുന്നു ആദ്യത്തെ ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതിനു പുറമെ 57 രാജ്യങ്ങളിൽ 50% വരെ
ചുങ്കം ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു. 1920 ശേഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുങ്ക നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അമേരിക്കയെ വൻ ശക്തിയാക്കുന്നതിനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ ചുങ്കപ്രഖ്യാപനത്തിലൂടെ തിരിച്ചുള്ള പ്രതികരണമാണ് ലോകത്തുണ്ടാക്കിയത്. അതാണ് ട്രംപ് ചുങ്കം ഉയർത്തിയപ്പോൾ ഓഹരി വില ഇടിഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രംപ് ചുങ്കം ഉയർത്തിയപ്പം ഓഹരി വില ഇടിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചുങ്കം ഉയർത്തിയപ്പോൾ ട്രംപ് കരുതിയത് തൻ്റെ ആക്രോശത്തിൽ ലോകമാകെ പേടിക്കുമെന്നും മറ്റു രാജ്യങ്ങളെല്ലാം ഭയന്ന് അടങ്ങിയിരിക്കുമെന്നൊക്കെയായിരുന്നു. ഒരു ഒത്തുതീർപ്പിന്, ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഓരോരുത്തരായി വരുമെന്നാണ് ട്രംപ് കരുതിയത്. എന്നാൽ സംഭവിച്ചത് അങ്ങനെയായിരുന്നില്ല. ചൈനയും യൂറോപ്യൻ യൂണിയനും എല്ലാം തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇവരാണ് ലോകത്തെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വ്യാപാര ശക്തികളെന്ന് പറയുന്നത്. കാനഡയും മെക്സിക്കോയും അമേരിക്കയോട് തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളാണ്. അവർ തിരിച്ചു ചുങ്കം ഏർപ്പെടുത്തി. ചുങ്കയുദ്ധം ആഗോള വ്യാപാരത്തെയും ഉൽപ്പാദനത്തെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് കണ്ടപ്പോൾ അത് ഓഹരി കമ്പോളത്തെ വലിയ നിലയിലേക്ക് പിടിച്ചു കുലുക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോയി. അമേരിക്കൻ ഓഹരി കമ്പോളത്തിൻ്റെ S&P സൂചിക ഈ കാലത്ത് കുത്തനെ ഇടിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ചാർട്ട് കാണിക്കുന്നത്. S&P സൂചിക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ 500 വലിയ കമ്പനികളുടെ നിക്ഷേപ മൂല്യത്തിൻ്റെയും മാർക്കറ്റ് നിലവാരത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ കണക്കാക്കിയ ഒരു പ്രധാനപ്പെട്ട സൂചികയാണ്. അമേരിക്കൻ ഓഹരി വിപണിയുടെ നിലയെയും അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണത്തെയും കുറിച്ചെല്ലാമുള്ള സൂചകമായിട്ടാണ് ഇതിനെ ലോകം ഉപയോഗിക്കുന്നത്, അമേരിക്ക ഉപയോഗിക്കുന്നത്. S&P സൂചിക 5783 ആയിരുന്നു ട്രംപ് വിജയിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ജനുവരി 23 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് 6024 ഉയർന്നു. മാർച്ച് മാസം 4 ചൈനയും കാനഡയും മെക്സിക്കോയും എല്ലാം ചുങ്കം തിരിച്ചു ചുമത്തിയപ്പോൾ അത് 5778 താഴ്ന്നു. പിന്നീട് എല്ലാ രാജ്യങ്ങൾക്കും ചുങ്കം ചുമത്താൻ അമേരിക്ക തുടങ്ങിയതോടുകൂടി അത് 4835 കുറഞ്ഞു. ഇതോടെ ഏതാണ്ട് 10 ലക്ഷം കോടി ഡോളറിൻ്റെ വിപണി മൂല്യമാണ് അമേരിക്കൻ ഓഹരി കമ്പോളത്തിൽ കുത്തനെ ഇടിഞ്ഞത്. ഇതാണ് 90 ദിവസത്തേക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നത് നിർത്തിവെക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ട്രംപിൻ്റെ ഈ നടപടി WTOയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5 എണ്ണമാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1, സാധാരണ നിലയിൽ ഓഹരി ഇടിയുമ്പോൾ ബോണ്ട് വില ഉയരണം. 2, ഇത്തവണ ബോണ്ട് വില ഇടിയുകയാണ് ചെയ്തത്. 3, ബോണ്ടിൻ്റെ പലിശ ചെലവ് ഉയരുന്ന നിലയുണ്ടായി. ബോണ്ട് മാർക്കറ്റ് തകർന്നാൽ അമേരിക്കയുടെ നാണയ വ്യവസ്ഥ തകരും. ഫിനാൻസ് ക്യാപിറ്റൽ ട്രംപിൻ്റെ നിയന്ത്രണത്തിലല്ല. ഈ 5 കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കാലത്ത് സംഭവിച്ചതെന്നുള്ളതാണ്. അതായത് സാധാരണ നിലയിൽ ഓഹരി വില ഇടിയുമ്പോൾ ബോണ്ടിൻ്റെ വില കൂടുകയാണ് വേണ്ടത്. ഇതിൽ ആദ്യത്തെ കാര്യമായ ഓഹരി വിപണിയുടെ തകർച്ചയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്, സാധാരണ നിലയിൽ ഓഹരി വില ഇടിയുമ്പോൾ ബോണ്ടിൻ്റെ വില കൂടണം എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നു. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നവർ ബോണ്ടിലേക്ക് അവരുടെ നിക്ഷേപം മാറ്റുന്നതാണ് സാധാരണ നിലയിൽ നടക്കുക. പക്ഷേ ഇത്തവണ ബോണ്ടിൻ്റെ വിലയും ഇടിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. അമേരിക്കൻ സമ്പദ്ഘടനയുടെ ആണിക്കല്ലെന്ന് പറയുന്നത് ഡോളർ നാണയ വ്യവസ്ഥയാണ്. ഏറ്റവും സുരക്ഷിതമായ നാണയം ഡോളർ ആയതിനാൽ എല്ലാവരും അവരുടെ വ്യാപാര മിച്ചമായി ലഭിക്കുന്ന വിദേശ വിനിമയ ശേഖരം ഡോളറിലാണ് സൂക്ഷിക്കുന്നത്. ഈ ഡോളർ മുഴുവൻ അമേരിക്കൻ ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിഭീമമായ നിക്ഷേപമായി ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കക്ക് ലോകമെമ്പാടും സൈനിക താവളങ്ങൾ തീർക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബോണ്ട് മാർക്കറ്റ് തകർന്നാൽ അമേരിക്കൻ നാണയ വ്യവസ്ഥ തകരും. 5-മത്തെ കാര്യം, ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ നിയന്ത്രണത്തിലല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചലിക്കും. അതിന് ലാഭം എവിടെയാണോ കിട്ടുന്നത് അത് അങ്ങോട്ട് പോവും. വേറെ ഇടങ്ങളിലേക്കാണ് ലാഭം കിട്ടുന്നതെങ്കിൽ അത് തിരിച്ചു വേറെ ഇടങ്ങളിലേക്ക് പോവും. ഇതെല്ലാം ട്രംപിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകളായിട്ടാണ് ഈ കാലത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ട്രംപിന് കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. തൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ട്രംപ് സ്വതന്ത്ര വ്യാപാരത്തിലേക്കുള്ളൊരു ചുവടുമാറ്റമാണ് നടത്തിയത്.
അപ്പോൾ പിന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യം, ട്രംപിൻ്റെ നയത്തിൽ വല്ല മാറ്റവും ഉണ്ടായോ എന്നുള്ളത്. ട്രംപിൻ്റെ നയത്തിൽ ഒരു മാറ്റവുമില്ല. തൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ട്രംപ് ചെയ്തത് സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ ചുവട് മാറ്റം മാത്രമാണ് നടത്തിയത്. എന്നാൽ മറ്റെല്ലാ നവലിബറൽ നയങ്ങളും ട്രംപ് അതിശക്തമായ നിലയിൽ തുടരുകയാണ്. ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ട്രംപ് തൻ്റെ ഉദാരവൽക്കരണ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു വിശേഷണമാണിത്, ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നത്. ഇത് നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് അനുകൂലമായ നിലയിലേക്ക് നടത്തുന്ന എല്ലാ പ്രഖ്യാപനങ്ങളിലും ട്രംപ് ഇത് ചേർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഫിനാൻസ് മൂലധനത്തിൻ്റെ നീക്കത്തിന് ഒരു നിയന്ത്രണവും ട്രംപിന് വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനിട്ട് തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് ട്രംപ് നവലിബറൽ നയങ്ങൾ തന്നെ തുടരുകയാണ്. ഒരു വ്യത്യാസവും അതിനകത്തില്ല എന്ന് കാണാം. ഇനി സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം, ട്രംപിൻ്റെ ചുങ്കം എടുത്തു കളയണമെന്ന് വാദിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ചുങ്കം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ചുങ്കം ഒഴിവാക്കുന്ന മോഡിയുടെ നടപടിയെ എതിർക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ നമ്മുടെ കൃഷിക്കും വ്യവസായത്തിനുമുള്ള ചുങ്ക സംരക്ഷണം ഉൾപ്പെടെയുള്ള സംരക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതെയാക്കുന്നത് ഇന്ത്യയിലെ കർഷകരെ വലിയ നിലയിലേക്ക് തകർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇറക്കുമതി ചുങ്കം നീക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഓരോ രാജ്യത്തെയും ഭരണവർഗങ്ങൾ, ഓരോ രാജ്യത്തെയും കോർപ്പറേറ്റുകൾ ഇത്തരം നടപടികളെല്ലാം മാറി മാറി എടുക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അവിടുത്തെ രാജ്യങ്ങളിലെ കുത്തകകളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നർത്ഥം. നാം ചുങ്ക സംരക്ഷണത്തിൻ്റെ വക്താക്കളല്ല, അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ വക്താക്കളും അല്ല. നാം നമ്മുടെ നിലപാടുകൾ കരുപ്പിടിപ്പിക്കുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് സഖാവ് എംഗൽസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സംരക്ഷണ ചുങ്കത്തെ സ്വതന്ത്ര വ്യാപാരത്തെക്കാൾ എന്തെങ്കിലും കൂടുതൽ അനുകൂലിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നിലപാടിൽ നിന്നുകൊണ്ട് രണ്ട് സമ്പ്രദായങ്ങളെയും വിമർശിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് നിലപാടാണ് സ്വീകരിക്കുക. ഇതാണ് സഖാവ് എംഗൽസ് ഇത് സംബന്ധിച്ച തങ്ങളുടെ നിലപാട്, മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും നിലപാട് വിശദീകരിച്ചത്. ചുങ്ക വ്യാപാര യുദ്ധം പരാജയത്തിൻ്റെ വക്കിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ട്രംപ് ഒരു അന്താരാഷ്ട്ര കവല ചട്ടമ്പിയെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉക്രൈനിലെ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാക്കാം, പശ്ചിമേഷ്യയിലെ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. നിയോ ലിബറൽ കൊളോണിയൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ തീവ്രത കണ്ടാൽ മനസ്സിലാക്കാം. ഇതിലെല്ലാം അമേരിക്ക ഉന്നം വെക്കുന്നത് അവരുടെ സാമ്പത്തികമായ ദൗർബല്യങ്ങളെ മറികടക്കാൻ പുതിയ കൊളോണിയൽ നയങ്ങൾ അതിശക്തമായ നിലയിലേക്ക് നടപ്പിലാക്കുക, അതിനു പുറമെ സൈനിക ശക്തി കൊണ്ട് ഇതിനെല്ലാം മറികടക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. എന്തായാലും ട്രംപിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായാലും ട്രംപ് പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങളാണ് ചുങ്കം വർധനവ് ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം സോഷ്യലിസ്റ്റ് ചൈനയെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ ഭാഗത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്ത് വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ഘടനയായി ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക GDPയിൽ ചൈനയുടെ വളർച്ചയാണ് ഈ ചാർട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1960 രണ്ട് രാജ്യങ്ങളുടെയും പ്രതിശീർഷ വരുമാനം ഏകദേശം തുല്യമായിരുന്നു. അത് 1980 വരെ ഏകദേശം ഒരേപോലെ പോയി. എന്നാൽ ഇപ്പോൾ അത് ഇന്ത്യയുടേത് $2010 ചൈനയുടേത് $9771 വർദ്ധിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യയിലെ ജനങ്ങളെക്കാളും ജീവിത നിലവാരം ചൈനക്കാരുടേത് വളരെ ഉയർന്നു എന്നർത്ഥം. വലിയ നിലയിലേക്ക് സമ്പത്തിൻ്റെ കാര്യത്തിലും അവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിലെല്ലാം വലിയ വർധന ഉണ്ടായി എന്നുള്ളതാണ് ഈ കണക്ക് കാണിക്കുന്നത്. ചൈന ഈ നിലയിൽ വളരുന്നതിൽ അവിടുത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. 1978 മുതൽ 1991 വരെയുള്ള കാലത്ത് ചൈന അവരുടെ കാർഷിക മേഖലയിൽ സ്വകാര്യ സമ്പത്ത് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ചു. ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ചൈന അക്കാലത്ത് ചെയ്തത്. ഇതിനാണ് കുടുംബ ഉത്തരവാദിത്ത സമ്പ്രദായം എന്ന് പറഞ്ഞത്. ഇതിനു പുറമെയാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളിലൂടെ
വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ചൈന തുടങ്ങുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. സാങ്കേതിക വിദ്യകൾ, മാനേജ്മെൻറ്റ് കഴിവുകൾ ഇവയെല്ലാം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ചൈന സ്ഥാപിച്ചു. വിവിധങ്ങളായ നികുതി ആനുകൂല്യങ്ങളും ഉദാരമായ നിയമങ്ങളും എല്ലാം ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ചൈന നടപ്പിലാക്കി. ഇതുവഴി വലിയ നിലയിലേക്കുള്ള വ്യവസായങ്ങളും സംരംഭങ്ങളും എല്ലാം അവർ ചൈനയിലേക്ക് കൊണ്ടുവന്നു. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായുള്ള ചൈനയുടെ ബന്ധത്തെ വലിയ നിലയിലേക്ക് ആക്കം കൂട്ടി. ആഗോള ഉൽപാദന ശൃംഖലയിലേക്ക് ചൈനയെ എത്തിക്കുന്നതിന് ഇത് അടിത്തറയിടുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം TVE ആണ്. അതായത് ടൗൺ ആൻഡ് വില്ലേജ് എൻ്റർപ്രൈസസ്. ഗ്രാമീണ പ്രദേശങ്ങൾക്കകത്ത് വിവിധ സ്ഥാപനങ്ങൾ, ലഘു വ്യവസായങ്ങൾ, ഉപഭോക്തൃ സാധനങ്ങൾ എല്ലാം കുടിൽ വ്യവസായം പോലെ തന്നെ വളർത്തുന്നതിൽ ചൈന ശ്രദ്ധിച്ചു. ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നഗരവൽക്കരണം ത്വരിതപ്പെടുത്തുകയും എല്ലാം ചെയ്തു. ചെറുകിട വസ്തുക്കൾ ഗ്രാമീണ സംരംഭങ്ങളിലൂടെ വലിയ നിലയിൽ ഉൽപ്പാദിപ്പിച്ച് ലോകവിപണിയിൽ എത്തിക്കാൻ ചൈനക്ക് ഇതുവഴി കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1992 മുതൽ 2001 വരെയുള്ള ഘട്ടമാണ്. സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ഇക്കണോമി സമ്പദ്ഘടനയുടെ ഔപചാരികമായ ലക്ഷ്യമായി ചൈന പ്രഖ്യാപിച്ചു. അതായത് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്തും വിപണിയുടെ തന്ത്രങ്ങൾ മറുഭാഗത്തും ഉള്ളത് സംയോജിപ്പിക്കാനാണ് ചൈന ഇതിലൂടെ ശ്രമിച്ചത്. വ്യാപാര ഉദാരവൽക്കരണത്തിലൂടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുക, ഇമ്പോർട്ട് കോട്ടകളെല്ലാം നീക്കം ചെയ്യുക, ഇവയൊക്കെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നതിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ഭാഗികമായ സ്വകാര്യവൽക്കരണം നടത്തുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേറ്റ് ഹോൾഡ് എൻ്റർപ്രൈസസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കുകയും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ചൈന WTOയിൽ ചേരുന്നതോടുകൂടി ആഗോള വ്യാപാര നിയമങ്ങൾക്ക് അനുസൃതമായ നിലയിലേക്ക് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ വിപണികൾ വിദേശ വ്യാപാരത്തിനും നിക്ഷേപത്തിനും എല്ലാം അവർ തുറന്നു കൊടുത്തു. ആഗോള സമ്പദ്ഘടനയുമായി ചൈനയ്ക്കുള്ള ഈ ബന്ധം ചൈനയെ ലോകത്തിൻ്റെ ഫാക്ടറിയാക്കി മാറ്റി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിലേക്ക് ഒഴുകി. ആഗോള ബ്രാൻഡുകൾ വൻതോതിൽ ഉൽപ്പാദനം തുടങ്ങി. ചൈന ആഗോള ഉൽപ്പാദന ശൃംഖലയിലെ കേന്ദ്ര ബിന്ദുവായി മാറി. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ചൈന നൽകുന്ന സ്ഥിതി ഉണ്ടായി. വിദേശ മൂലധനം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ട് ചൈന ആകർഷിക്കുന്ന നില ഇതുവഴി ഉണ്ടായി. ലോകത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമായി ചൈന ഇതോടുകൂടി മാറുന്ന നിലയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, ചൈനീസ് നാണയമായ യുവാൻ ആഗോളമായി ഉപയോഗിക്കുന്നതിന്, അതേപോലെ തന്നെ അത് ക്രമേണ പരിഷ്കരിക്കുന്നതിനെല്ലാമുള്ള നടപടികൾ ചൈന വലിയ നിലയിലേക്ക് തയ്യാറാക്കി നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യമായി അവർ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ചൈനീസ് കമ്പനികൾ പുറത്തേക്ക് പോവുക എന്നുള്ള നയം. ചൈനീസ് കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലെല്ലാം പോയി നിക്ഷേപം നടത്തുക എന്നുള്ളതായിരുന്നു ആ നയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ചൈനീസ് കമ്പനികളായ ഹുവാവിയും ഷാർപ്പുമെല്ലാം ഇതോടുകൂടി വിദേശത്ത് നിക്ഷേപം ഇറക്കാൻ വേണ്ടി തുടങ്ങി. വലിയ നിലയിലേക്കുള്ള വ്യവസായ ശൃംഖല അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിൻ്റെ മറ്റൊരു ഘട്ടമാണ് 2013 മുതൽ 2022 വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് വളർച്ചയുടെ വേഗത ലേശം കുറയുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന ആഗോള ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചൈന തയ്യാറായത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും അതുവഴി ചൈനയുടെ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ വിദേശ നാണയ ശേഖരം വലിയ നിലയിലേക്ക് ഡോളറായിരുന്നു. ഈ ഡോളർ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഈ പദ്ധതിയെ കണ്ടത്. അവർ ചെയ്ത കാര്യം, മറ്റ് രാജ്യങ്ങളിലെല്ലാം കൊണ്ടുപോയി നിക്ഷേപം ഇറക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതിക്ക് വേണ്ടി, പശ്ചാത്തല വികസന പദ്ധതിക്ക് വേണ്ടി അവർ പണം ചെലവഴിച്ചു. അപ്പം പണം ചെലവഴിക്കുന്നത് ചൈന, അതിൻ്റെ പദ്ധതി ഉണ്ടാക്കുന്നത് ചൈന, പണിയെടുപ്പിക്കുന്നത് ചൈന, പണിയെടുക്കുന്നത് ചൈനയുടെ പണിക്കാർ. ഇതെല്ലാം ചൈനയുടെ സമ്പദ്ഘടനയെ
ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ ഉപയോഗിക്കുകയായിരുന്നു. കോവിഡ് ആദ്യം ബാധിച്ച രാജ്യം ചൈനയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ലോകത്തെ തന്നെ രക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് ചൈന വഹിച്ചു. ലോകത്താകെ അവർ വാക്സിനുകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ലോകത്തെ കോവിഡിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് ചൈന അക്കാലത്ത് വഹിച്ചത്. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉടനെ തന്നെ പഴയ നിലയിലേക്ക് ചൈനയുടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകുന്നതിന് അവർ തയ്യാറായി. എങ്കിലും അതിൻ്റെ ഒരു തിരിച്ചടിയും പിന്നോട്ട് പോക്കുമെല്ലാം ആ കാലത്ത് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ധാരാളം ധനപരിഷ്കരണ നിയമങ്ങൾ ചൈനയിൽ അവർക്ക് നടപ്പിലാക്കേണ്ടി വന്നു. ഏറ്റവും അവസാനമായി കൂടുതൽ വളർച്ചയിലേക്ക് മുന്നേറാൻ നേരത്തെ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ ചൈന തയ്യാറായി എന്നുള്ളതാണ് അവസാന കാലത്ത്, ഈ ഏറ്റവും അവസാനത്തെ കാലത്ത് അവർ ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നു. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുക, ആഗോള സമ്പദ്ഘടനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി സാങ്കേതിക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇരട്ട ചുറ്റളവ് തന്ത്രം അവർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആഭ്യന്തര ഉപഭോക്തൃ വിപണിയെ ഊർജ്ജസ്വലമാക്കുക എന്നുള്ളതായിരുന്നു ചൈനയുടെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാറ്റിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ബ്രിക്സ് പോലുള്ള ഫോറങ്ങളിലൂടെ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ദ്വിപക്ഷീയമായ വ്യാപാരത്തിൽ പ്രാദേശികമായ കറൻസി ഉപയോഗിക്കുന്നതിനെല്ലാമുള്ള നിരന്തരമായ ശ്രമം നടത്തുന്നതിലൂടെ ഡി ഡോളറൈസേഷൻ ചൈന ഒരു പരിപാടിയായി പ്രഖ്യാപിക്കുകയാണ്. ഇത് ആഗോള ധനകാര്യ സമ്പദ്ഘടനയിൽ ആഴമേറിയ പരിവർത്തനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാർട്ടിനകത്ത് ചൈനയുടെ കയറ്റുമതി GDPയുടെ ശതമാനമായി കണക്കാക്കുന്ന ചാർട്ടാണ്. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ചും പിന്നീട് ഉണ്ടായിട്ടുള്ള പിന്നോട്ട് പോക്കിനെ കുറിച്ചും എല്ലാം ഉള്ള ഒരു ചാർട്ടാണ് ഇത്. ഈ ചാർട്ടിൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള പ്രത്യക്ഷ മൂലധന നിക്ഷേപം ഒഴുകിയതിൻ്റെ ഒരു കണക്കാണ്. ഈ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം, ചൈനയിലേക്ക് വന്നിട്ടുള്ള വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ഫിനാൻസ് മൂലധനമാണ്. അതിന് പോർട്ട്ഫോളിയോ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ക്യാപിറ്റൽ എന്നെല്ലാം പറയും. അതായത് അത് ഏതു സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. ഇവിടെയാണ് ലാഭമുള്ളെങ്കിൽ ഇവിടെ നിൽക്കും, മറ്റെവിടെയാണെങ്കിൽ ലാഭമുള്ളതെങ്കിൽ അത് അങ്ങോട്ട് പോവും. അതുകൊണ്ട് ചൈനക്ക് ഈ പറയുന്ന വിദേശ നിക്ഷേപം ഒരു ഭീഷണിയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വിദേശ നിക്ഷേപം ഭീഷണിയാണ്. ഈ ഫൈനാൻസ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് മോഡി ആഗോള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങളും പരിപാടികളുമെല്ലാമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ഇക്കണോമി സംബന്ധിച്ചിട്ടുള്ള 5 കാര്യങ്ങളാണ് ഈ ചാർട്ടിനകത്ത് കാണുന്നത്. ചൈനയുടെ സോഷ്യലിസ്റ്റ് മാർക്കറ്റ് എക്കണോമി എന്നത് സാമ്പത്തിക വികാസവും സാമൂഹ്യ സുസ്ഥിരതയും സമന്വയിപ്പിക്കുന്ന ഒരു മഹത്തായ മാതൃകയാണ്. സഖാവ് ലെനിൻ്റെ ന്യൂ എക്കണോമിക് പോളിസിയുമായി ഇതിന് ബന്ധമുണ്ടെങ്കിലും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിയതെങ്കിലും കൂടുതൽ സമഗ്രവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും രാഷ്ട്രീയ സ്ഥിരതയുള്ളതുമെല്ലാം ആയിരുന്നു ഈ നയങ്ങൾ. 1980 ഈ നയം ചൈന ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി സമഗ്രവും ഫലപ്രദവുമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ നടപടി എന്ന് പറയുന്നത്. പൊതുമേഖല സമ്പദ്ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുവെന്ന് ചൈന ഉറപ്പുവരുത്തി. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമെല്ലാം ചൈന ഏറ്റവും പ്രധാനമായി അതീവ ശ്രദ്ധയും ഊന്നലും നൽകി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി അവർ നടപ്പിലാക്കി. അതിദരിദ്രരില്ലാത്ത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ചൈന മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇന്നത്തെ ആഗോളക്രമത്തിനകത്തു നിന്ന് അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുമ്പോഴും ഭരണകൂടത്തിൻ്റെ സ്വഭാവം തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെതായി തന്നെ ചൈന തുടരുകയാണ്. അതായത് അടിസ്ഥാനപരമായി ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയായി ചൈന തുടരുന്നു.
സോഷ്യലിസത്തിൻ്റെ മഹത്വം ചൈന ലോകത്തിന് കാണിച്ചു തരികയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള താരതമ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 1947 ഇന്ത്യ സ്വതന്ത്രമായി, 1948 ചൈനയിൽ വിപ്ലവം നടന്നു. രണ്ട് സമ്പദ് വ്യവസ്ഥകളും കുറേ കാലം 1980 വരെ ഒരേപോലെ പോയി. എന്നാൽ അതിനുശേഷം ചൈന വലിയ നിലയിലേക്ക് കുതിച്ചു, ഇന്ത്യ പിന്നോട്ട് പോയി. സോഷ്യലിസത്തിൻ്റെ മഹത്വമാണ് ഇത് കാണിച്ചു തരുന്നത്. ദേശീയ വരുമാനത്തിൽ ചൈനയിലെയും ഇന്ത്യയിലെയും ഏറ്റവും സമ്പന്നരായ 1% വിഹിതം കാണിക്കുന്ന ചാർട്ടാണിത്. ദേശീയ വരുമാനത്തിൽ ചൈനയിലെയും ഇന്ത്യയിലെയും ഏറ്റവും സമ്പന്നരായ 10% വീതം കാണിക്കുന്ന ഒരു കണക്കാണിത്. 1964 2016 ഇടയിലുള്ള ഇന്ത്യ രാജ്യത്തെ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ വളർച്ചയാണ് ഈ ചാർട്ടിൽ കാണിക്കുന്നത്. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തൊഴിൽ പങ്കാളിത്തത്തിൻ്റെ നിരക്കാണ്. ഇന്ത്യയിലെയും ചൈനയിലെയും തൊഴിൽ പങ്കാളിത്തം എന്ന് പറയുന്നത് ആകെ എടുത്തു നോക്കിയാൽ ചുവപ്പ് പില്ലർ ചൈനയുടേതാണ്, നീല പില്ലർ ഇന്ത്യയുടേതാണ്. ആകെ എടുത്തു നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. പുരുഷന്മാരുടെ കണക്കിൽ ചൈനയും ഇന്ത്യയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ സ്ത്രീകളുടെ കണക്കിൽ ഇന്ത്യ വളരെ താഴെയാണ് എന്നുള്ളതാണ് ഈ ചാർട്ട് കാണിക്കുന്നത്. ഈ ചാർട്ട് ആഗോള ജീവിത ഗുണമേന്മ സൂചികകളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്ഥാനമാണ് കാണിക്കുന്നത്. ആഗോള ജീവിത ഗുണമേന്മ സൂചികയിൽ ചൈന 75 സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ 134 സ്ഥാനത്താണ്. ലോക പട്ടിണി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പട്ടിണി ഏറ്റവും കുറഞ്ഞ, അതീവ ദാരിദ്ര്യം ഇല്ലാത്ത, ഏറ്റവും താഴ്ന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. എന്നാൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യക്ക് പിന്നിൽ ഇനി അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ഥാനം 105 ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു ചാർട്ട് മാനവ വികസന സൂചിക ഇന്ത്യയും ചൈനയും തമ്മിലുള്ള താരതമ്യമാണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് 0.577 നിൽക്കുമ്പോൾ ചൈനയുടേത് 0.726 നിൽക്കുന്നു എന്നുള്ളതാണ്. 2000 കണക്കാണ്. ഇത് 1950 ഇന്ത്യയും ചൈനയും ഏകദേശം ഒപ്പത്തിനൊപ്പമായിരുന്നു. 1960 വരെ രണ്ടും ഏകദേശം ഒപ്പത്തിനൊപ്പം പോയി. പിന്നീട് ചൈന വലിയ നിലയിലേക്ക് വളരാൻ വേണ്ടി തുടങ്ങി. വിദ്യാഭ്യാസം, ആരോഗ്യം, സാങ്കേതിക വിദ്യയുടെ വികാസം ജനങ്ങൾക്ക് സാധ്യമാക്കൽ, ഈ നിലയിലേക്കെല്ലാമുള്ള നടപടികൾ ചൈന തുടങ്ങിയപ്പം അവരുടെ ജീവിതം വലിയ നിലയിലേക്ക് മെച്ചപ്പെടുത്താൻ ചൈനക്ക് കഴിഞ്ഞു. ജനങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചൈന ഏറ്റവും നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കണക്ക് കാണിക്കുന്നത്. അമേരിക്കക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചക്രം ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ, മിന്റ് രാജ്യങ്ങൾ, ആസിയാൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ എന്നിങ്ങനെയുള്ള സഖ്യങ്ങളിലേക്ക് മാറുകയാണ്. ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ ആഗോള വിപണിയിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ്. 2010 ഇങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടായ്മകളിൽ ഒന്നാണ് ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ലോക സാമ്പത്തിക ഘടനയിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയാണ്. ലോക ജനസംഖ്യയിൽ 42% ബ്രിക് രാജ്യങ്ങളിലാണ്. ആഗോള GDPയുടെ 31% ബ്രിക് രാഷ്ട്രങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ഘടന കാണിക്കുന്നത്. MINT മിന്റ് രാജ്യങ്ങൾ മെക്സിക്കോ, ഇന്തോനേഷ്യ, നൈജീരിയ, ടർക്കി എന്നിവയാണ് നെക്സ്റ്റ് 11 രാജ്യങ്ങളിലെ മുൻനിര രാഷ്ട്രങ്ങളാണ്. മറ്റൊരു സഖ്യമാണ് ആസിയാൻ രാജ്യങ്ങൾ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്ന കൊറിയ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ് ഇതെല്ലാം അടങ്ങിയ ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ലോക വ്യാപാരത്തിൻ്റെ വലിയ പങ്ക് ഈ രാജ്യങ്ങളാണ് വഹിക്കുന്നത്. 650 ദശലക്ഷമാണ് ഈ രാജ്യങ്ങളിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അടുത്തത് GCC രാജ്യങ്ങളാണ്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഈ സഖ്യത്തിനകത്ത് UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണുള്ളത്. എണ്ണ, പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള ആഗോള ഊർജ വിതരണ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് GCC രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് പുറമെ ലോക ബാങ്ക് സമ്പദ്ഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങളെ വിവിധ നിലകളിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തത്
താഴ്ന്ന വരുമാന രാജ്യങ്ങളാണ്. $1145 താഴെ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ലോകബാങ്ക് പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് വരുന്നത്. താഴ്ന്ന ഇടത്തരം വരുമാന രാജ്യങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട്. ഉയർന്ന ഇടത്തരം വരുമാന രാജ്യങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ ഉയർന്ന വരുമാന രാജ്യങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയും നമുക്ക് ഈ ചാർട്ടിനകത്ത് കാണാം. ഇനി നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനകളുടെ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യം ലോക മുതലാളിത്ത ചരിത്രത്തിൽ മേധാവിത്വ ശക്തികൾ മാറി 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 വന്നിട്ടുണ്ട്. അതായത് 15-16 നൂറ്റാണ്ടിൽ സ്പെയിനും പോർച്ചുഗലെല്ലാം ആയിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിത്വ ശക്തികൾ. 17-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും അത് ഇംഗ്ലണ്ട്, നെതർലാൻഡ്, ഫ്രാൻസ് തുടങ്ങിയവയെല്ലാമായി ഉയർന്നു. ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി മാറി. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിനെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ് അമേരിക്ക ലോക മേധാവിത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്. യൂറോപ്പ് ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങി. ഡോളറിനെയും അതേപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളെയും എല്ലാം ഉപയോഗിച്ച് ആഗോള നേതൃത്വത്തിലേക്ക് അമേരിക്ക ഉയർന്നു വരികയായിരുന്നു. അതേപോലെ തന്നെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK തുടങ്ങിയ അതിസമ്പന്നമായ G7 രാജ്യങ്ങളുടെ നേതൃത്വം അമേരിക്ക വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ലോകത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക കൈവശം വെച്ചിരിക്കുന്നത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും എല്ലാം ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ സാമ്പത്തിക വളർച്ച വലിയ നിലയിലേക്ക് ഉയരുകയാണ്. 1995 G7 രാജ്യങ്ങളുടെ GDP വളർച്ച എന്ന് പറയുന്നത് 45% ബ്രിക്സിൻ്റേത് 16% മാത്രമായിരുന്നു. ഇത് 2023 ആവുമ്പോൾ G7-ൻ്റേത് 30.7%, ബ്രിക്സ് രാജ്യങ്ങളുടേത് 31.5% വർദ്ധിച്ചു. അതായത് ചുവപ്പ് രേഖ ബ്രിക്കിൻ്റേതാണ്, നീലരേഖ G7-ൻ്റേതാണ്. ഇത് നോക്കിയാൽ നമുക്ക് ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ചരിത്രത്തിൽ ആദ്യമായി G7 രാജ്യങ്ങളെ മറികടന്ന് ബ്രിക്സ് ലോക സമ്പദ് വ്യവസ്ഥയുടെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് കാണിക്കുന്നത്. $1 ട്രില്യൺ അതായത് $1,00,000 കോടി ആന്തരികമായ വ്യാപാരമാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഡോളറിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്. റഷ്യ ചൈന വ്യാപാരത്തിൻ്റെ 90% അവരുടെ പ്രാദേശിക നാണയങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഇറാൻ വ്യാപാരത്തിൻ്റെ 95% ഡോളറിനെ ഒഴിവാക്കിയാണ് നടത്തുന്നത്. റഷ്യ ഇന്ത്യ വ്യാപാരത്തിൻ്റെ സിംഹപങ്കും രൂപയും റൂബിളും അതേപോലെ തന്നെ യുവാനും റൂബിളും ഒക്കെയുള്ള ഇടപാടുകളായി ഡോളറിനെ ഒഴിവാക്കി ലോക വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 150-ൽ പരം രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിപുലമായ അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ഇത് ബ്രിക് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതിശക്തമാക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വിപുലമായ നിലയിലേക്ക് ശക്തിപ്പെടുത്തുകയാണ്. ജോഹനാസ്ബർഗ് സബ്മിറ്റ് എന്ന് പറയുന്ന പേരിൽ 2023 പുതിയൊരു നാണയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ബ്രിക് രാജ്യങ്ങൾ തുടങ്ങി. ബ്രിക്സ് കറൻസിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ലോകത്തവർ തുടക്കമിട്ടു. ഇത് ഓർത്തിട്ടാണ് ട്രംപ് പറഞ്ഞത്, പുതിയ നാണയം കൊണ്ടുവരാനുള്ള ഏതു നീക്കത്തെയും ചെറുക്കും. അത്തരമൊരു നീക്കം നടത്തിയാൽ 100% ചുങ്കം ചുമത്തിക്കളയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ ആഗോള ഉൽപാദന വ്യാപാര കേന്ദ്രം ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഗ്ലോബൽ സൗത്ത് എന്നത് ഒരു ഭൂഗോള പദമല്ല, ഏതെങ്കിലും ഭൂ അതിർത്തി ഇങ്ങനെ വെച്ച് പറയാൻ വേണ്ടി പറ്റാവുന്ന പദമല്ല. ഗ്ലോബൽ സൗത്ത് എന്നത് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ഘടനയിൽ വികസനോന്മുഖമായ രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരാശയമാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രിക്സിൻ്റെ കാലമാവുമോ എന്നതാണ് ലോകത്തുയരുന്ന ചോദ്യം. ഈ ചോദ്യം വളരെ ഗൗരവമായി ഉയരുകയാണ്. ഈ പേടിയിൽ നിന്നാണ് ട്രംപ് ബ്രിക്സ് ചത്തുകഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത്. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രം മാറിക്കൊണ്ടേയിരിക്കുകയാണെന്നർത്ഥം. ഇനി എന്താണ് എന്ന ചോദ്യത്തിന് അടുത്ത നൂറ്റാണ്ട് ബ്രിക്കിൻ്റേതാണ് എന്ന മറുപടിയാണ് ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മറ്റൊരു സഖ്യമാണ്
ലോകത്തെ എണ്ണ രാജ്യങ്ങളുടേത് ഒപ്പക് രാജ്യങ്ങൾ എന്ന് പറയും. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. 1960 ബാഗ്ദാദിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത്. ലോക എണ്ണ വിപണിയുടെ 80% ഒപ്പക് രാജ്യങ്ങളിലാണ്. സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ, UAE, കുവൈറ്റ്, നൈജീരിയ, അൾജീരിയ, അങ്കോള എന്നിവയെല്ലാമാണ് ഒപ്പക് രാജ്യങ്ങൾ. നേരത്തെ ഖത്തറും ഇക്കഡോറും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ലോക സമ്പദ്ഘടനക്കകത്തെ ഒരു പ്രധാനപ്പെട്ട സഖ്യമാണ്. താഴ്ന്ന വരുമാന രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ചാർട്ടിനകത്തുള്ളത്. അവയുടെ പ്രത്യേകത ജനസംഖ്യയുടെ 14% അവരുടെ കയ്യിലാണ്. പക്ഷേ ലോക സമ്പത്തിൻ്റെ ആഗോള വരുമാനത്തിൻ്റെ 1.5% മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. ആഗോള ശരാശരി പ്രതിശീർഷ വരുമാനം $13,500 ആയിരിക്കുമ്പോൾ ഇവരുടേത് 1050 മാത്രമാണ് എന്നതാണ് അനുഭവം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് ഈ വിഭാഗമാണ്, ഈ ജനതയാണ്. തീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയാണ് 36% ഈ രാജ്യങ്ങളിൽ. ആകെയുള്ള ജനസംഖ്യയുടെ 80% വരുന്ന ജനങ്ങൾ മൃദു ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നുള്ളതാണ് കണക്കുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇതുവരെ കണ്ട പഠനങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആഗോള സമ്പദ്ഘടനക്കകത്ത് അല്ലെങ്കിൽ ആഗോള രാജ്യങ്ങൾക്കകത്ത് വൈരുദ്ധ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സോഷ്യലിസത്തിൻ്റെ ചിന്തകളും മാതൃകകളും ഇന്നും സജീവമായി ലോകത്താകെ നിലനിൽക്കുകയാണ്. ചൈന ഇന്ന് ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരുകയാണ്. അത് മുന്നോട്ട് കുതിക്കുകയാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ മികവ് ലോകത്തിന് മുന്നിൽ ചൈന ഉയർത്തി കാണിക്കുകയാണ്. വിയറ്റ്നാം, കൊറിയ, ക്യൂബ തുടങ്ങിയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രക്രിയയിലാണ്. ലോക ജനസംഖ്യയിൽ 155 കോടി മനുഷ്യർ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു കണക്ക്. 140 കോടിയും ചൈനക്കകത്താണ്. അതേപോലെ തന്നെ കൊറിയയിലും വിയറ്റ്നാമിലും ലാവോസിലും ക്യൂബയിലും എല്ലാം കൂടി എടുത്താൽ 155 കോടി മനുഷ്യർ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഈ സാമ്രാജ്യത്വം മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിലേക്കുള്ള പ്രയാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി ഇന്ന് നിലനിൽക്കുന്നത്. മുതലാളിത്തത്തിൻ്റെ കൊടിയ ചൂഷണത്തിന് ബദൽ സോഷ്യലിസം മാത്രമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തെ വൈരുദ്ധ്യം സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അമേരിക്കയും മറ്റു സാമ്രാജ്യത്വ രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തെ ഒരു ഏകാധിപത്യ ശക്തിയായി മാറിയെങ്കിൽ ഇന്ന് യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ചൈന, ബ്രസീൽ തുടങ്ങിയവയെല്ലാം ഓരോന്നും ഓരോരോ കേന്ദ്രങ്ങളായി, സ്വതന്ത്ര കേന്ദ്രങ്ങളായി ലോകത്ത് ഉയർന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോളറിന് പകരം പുതിയ നാണയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ യൂറോപ്യൻ യൂണിയനകത്തും ബ്രിക്കിനകത്തും എല്ലാം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഉക്രൈൻ യുദ്ധമാണ്. 2 പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ഒറ്റ ആധിപത്യം എന്നത് മത്സരാധിഷ്ഠിതമായ സാമ്രാജ്യത്വ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് അമേരിക്കയും മറ്റു സാമ്രാജ്യത്വ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തിപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മൂന്നാമത്തത് സാമ്രാജ്യത്വവും അവികസിത രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ലോകത്തിൻ്റെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്നും വികസനത്തിൻ്റെ പിന്നാമ്പുറത്താണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ, സാമ്രാജ്യത്വ ശക്തികൾ ഈ രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങളും തൊഴിൽ ശക്തിയും എല്ലാം ഉപയോഗിച്ച് അവരുടെ സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ രാജ്യങ്ങൾക്കും അവരുടെ ജനങ്ങൾക്കും ദാരിദ്ര്യവും പട്ടിണിയും കടവും ദുരിതങ്ങളും മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രങ്ങളും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യവും ഈ രാജ്യങ്ങളിലെ ജനങ്ങളും സാമ്രാജ്യത്വവുമായുള്ള വൈരുദ്ധ്യവും എല്ലാം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാലാമത്തത് മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ആഗോളവൽക്കരണത്തോടെ ലാഭത്തിൻ്റെ കേന്ദ്രീകരണം ഒരു ചെറിയ വിഭാഗത്തിലേക്ക് അതിഭീകരമായ നിലയിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പരിശോധിച്ച കണക്കുകളെല്ലാം കാണുന്നത്. സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുമ്പം തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനവും
തൊഴിൽ സുരക്ഷയില്ലായ്മയും ഉൾപ്പെടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അസമത്വം ഏറ്റവും ഉയർന്ന നിലയിലായി ലോകത്ത് മാറിയിരിക്കുന്നു. ഇത് ലോക ജനസംഖ്യയുടെ 1% കയ്യിൽ പകുതിയിലധികം സമ്പത്ത് കുന്നുകൂടുന്ന നിലയിലേക്ക് ലോകത്തെ മാറ്റിയിരിക്കുകയാണ്. ടെക്നോളജിയുടെ വികാസം തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി മാറ്റുകയാണ്. ലോകത്ത് സമ്പത്ത് ഉൽപാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം ദുരിതപൂർണമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദന ശക്തികളുടെ വികാസത്തിന് ഒരു സമ്പദ് വ്യവസ്ഥ തടസ്സമായി നിന്നാൽ അതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുക മാത്രമേ ഉൽപാദന ശക്തികൾക്ക് മാർഗമുള്ളൂ. അങ്ങനെയാണ് അടിമ ഉടമ വ്യവസ്ഥ തകർക്കപ്പെട്ടത്. അടിമ ഉടമ വ്യവസ്ഥയിൽ അടിമകൾ പൂർണ്ണമായും അവരുടെ അധ്വാനം മുഴുവൻ ഉടമക്ക് വേണ്ടി ചെലവഴിച്ചു. ഉടമ സമ്പത്ത് കുന്നുകൂട്ടി. ആ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുമ്പം അടിമക്ക് അതിൻ്റെ ഗുണമൊന്നും ലഭിക്കുന്നില്ല, അവൻ്റെ ജീവിതം മെച്ചപ്പെടുന്നില്ല, അവൻ്റെ ജീവിതം വികസിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവൻ്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വ്യവസ്ഥയെ അട്ടിമറിക്കുക, തകർക്കുക. അതവൻ തകർത്തു. പിന്നീട് മനുഷ്യ സമൂഹം ഫ്യൂഡലിസത്തിലേക്ക് പോയി. ആ ഫ്യൂഡലിസത്തിനകത്ത് ഈ പറയുന്ന പോലെ ജന്മിമാരും ഫ്യൂഡൽ പ്രഭുക്കളും സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടി. അങ്ങനെ കുന്നുകൂട്ടി വെച്ചപ്പോൾ ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കിയ കർഷകനും കർഷക തൊഴിലാളിയും കുടിയാനുമെല്ലാം അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടസ്സമായി. സമ്പത്തിങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിന് മുന്നോട്ട് പോവാൻ ഈ വ്യവസ്ഥ തന്നെ തടസ്സമായപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയെ അവർ തകർത്തു. അങ്ങനെയാണ് മുതലാളിത്തത്തിലേക്ക് മനുഷ്യ സമൂഹം മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് സമ്പത്തുൽപാദനം വലിയ നിലയിലേക്ക് വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിക്ക് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. അതിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. സമ്പത്ത് മുഴുവൻ ഒരു ചെറിയ വിഭാഗം കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധ്വാനിക്കുന്നവന് അവൻ്റെ ജീവിതം വികസിക്കണമെങ്കിൽ ഈ സാമൂഹ്യ വ്യവസ്ഥയെ തകർത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ സോഷ്യലിസത്തിൻ്റെ സ്ഥാപനമല്ലാതെ അധ്വാനിക്കുന്നവരുടെ മോചനത്തിന് മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കാണിക്കുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് മാത്രമേ ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് തന്നെയാണ്.